നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ വിഷമിക്കാതിരിക്കാനോ എന്റെ കണ്ണീര് തുടയ്ക്കാനോ എനിക്ക് ആരുമില്ല. ഈ ജന്മം മുഴുവൻ ആ കാര്യത്തില് ഞാൻ അനാഥായിരിക്കും. നിന്നെ ഒരു ദിവസം പോലും ചെറിയച്ഛനും ചെറിയമ്മയും പിരിഞ്ഞെനിക്കില്ല. നിന്നോട് അവർ കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരംശം എന്റെ അച്ഛൻ ഒരിക്കലെങ്കിലും എന്നോട് കാണിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തിന് ഇവിടുത്തെ വളർത്തുനായെ അച്ഛൻ സ്നേഹിക്കുന്നത് കണ്ട് ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അച്ഛൻ എന്നെ അതുപോലെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലെന്ന്. ചേച്ചി എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ചേച്ചി ഇവിടുന്ന് ഇപ്പൊ പോരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാ? വിവാഹം കഴിഞ്ഞ പിന്നെ എനിക്കൊരിക്കലും അച്ഛനെ കാണാൻ പറ്റില്ലായിരിക്കും. അച്ഛൻ എന്നെ കാണാൻ വരില്ല. ഈ വീട്ടിലേക്ക് വരാൻ എന്നെ അനുവദിക്കുകയില്ല. അയ്യോ ചേച്ചി കരയല്ലേ. ചേച്ചി എന്താ ഇത്? കരയുന്ന കരയാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം രാജു? ഈ വീട്ടിൽ നിന്നും അച്ഛന്റെ അടുത്ത് നിന്നും പോവാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നെ എന്താ നിങ്ങളാരും മനസ്സിലാക്കാത്ത? രാജുവിനെങ്കിലും എന്നെ സഹായിക്കാനാവില്ലേ? പറ രാജു, പറ. രാജുവേട്ടാ ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം പ്ലീസ് രാജുവേട്ടാ. മാഡത്തിന് അറിയാലോ, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വർമ്മ സാറിന് അതിൽ നിന്ന് പിന്മാറ്റാനാവില്ല. അങ്ങനെ സംഭവിച്ച ചരിത്രമില്ല. മാഡത്തിന്റെ വിവാഹ കാര്യത്തില് ഞാൻ നിസ്സഹായന മാഡം. ഇതെന്താ എന്റെ വിധി മാത്രം ഇങ്ങനെ ആയിപ്പോയത്? ശരിക്കും ഞാനൊരു ഭാഗ്യമില്ലാത്തവളാ. അയ്യേ, ഋതിക മോളിവിടെ നിന്ന് കരയാണ്. എന്താ മോളെ ഇത്? ചെറിച്ച, എനിക്ക് വിവാഹം വേണ്ട. എനിക്ക് പഠിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ എന്റെ അച്ഛന്റെ ഒപ്പം ഈ വീട്ടിൽ എനിക്ക് ജീവിച്ചാ മതി. അച്ഛനെ ഞങ്ങളെയൊക്കെ പിരിഞ്ഞു പോകുക എന്നുള്ള ചിന്ത മോൾ ആദ്യം മാറ്റണം. കല്യാണം കഴിഞ്ഞാലും എപ്പോ വേണമെങ്കിലും മോക്കോട് വരാലോ. ചെറിയച്ഛനും ചെറിയമ്മയും മോളെ കാണാതെ ഇരിക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഋതുമോള് വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള്. മോള് കണ്ണു തുടക്കി, എന്നിട്ട് താഴേക്ക് ചെല്ലേ. ചേച്ചിയുടെ വിഷമം കണ്ടിട്ട് എനിക്കും കരച്ചില് വരിക അച്ഛാ. ചേച്ചിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് അച്ഛനെങ്കിലും വല്യച്ഛനും ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ എങ്ങനെയാ മോളെ ചേട്ടനോട്? അപ്പോ ഈ കാര്യത്തിൽ ആർക്കും വർമ്മ സാറിന്റെ മനസ്സ് മാറ്റാനാവില്ല. ഋതിക മാഡത്തിന്റെ അവസ്ഥ അറിയാവുന്ന എല്ലാവർക്കും മാഡത്തിന്റെ കാര്യത്തില് വിഷമമുണ്ട്. പക്ഷേ ആർക്കും ആശ്വസിപ്പിക്കാന്നല്ലാതെ ഒന്നും ചെയ്യാനാവില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ 1000 നാവുകളുണ്ട്. എന്റെ കണ്ണീരൊപ്പാൻ 1000 കൈകളുമുണ്ട്. പക്ഷെ ഞാൻ വിഷമിക്കാതിരിക്കാനോ എന്റെ കണ്ണീര് തുടയ്ക്കാനോ എനിക്ക് ആരുമില്ല. ഈ ജന്മം മുഴുവൻ ആ കാര്യത്തില് ഞാൻ അനാഥായിരിക്കും. യാമിനി, ഇപ്പൊ ഇത്ര ധൃതി വെച്ച്
ഋതുമോളുടെ വിവാഹം നടത്തണ്ടെന്ന് എനിക്ക് ഏട്ടനോട് പറയണമെന്നുണ്ട്. ആ, ഇപ്പൊ ശേഖരേട്ടനൊന്നും പറയണ്ട. പെണ്ണുകാണ ചടങ്ങ് കഴിയട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. യാമിനി, ആ ചെക്കനും കൂട്ടരും ഇവിടെ എത്താറായെന്നാ പറഞ്ഞേ. അല്ല, പ്രതാപനെവിടെ? ശേഖര, കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? എല്ലാം റെഡിയാണ് ഏട്ടാ. നമസ്കാരം. വരൂ, ഇരിക്കൂ. ഇരിക്കൂ. ഹലോ. എന്തൊക്കെയുണ്ട് സുമലത വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാം നന്നായി പോകുന്നു. വക്കീലും മോന് കേസുകൾക്കൊന്നും കുറവില്ലല്ലോ അല്ലേ? കോടതിയും വാദങ്ങളുമായി തിരക്കല്ലേ എപ്പോഴും? അത് പിന്നെ ഇവന്റെ മാത്രം വാശികൊണ്ടാ ഇവൻ ഈ മേഖല തെരഞ്ഞെടുത്തത്. ഞങ്ങൾക്കിവനെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹം. കേട്ടോ വർമ്മ സാറേ, കക്ഷിക്കിപ്പോ താല്പര്യം രാഷ്ട്രീയത്തില. വർമ്മ സാറാണ് ഇവന്റെ ആദർശ പുരുഷൻ. സാനിയ മോളുടെ വിവാഹത്തിന് വന്ന ഇവന് വർമ്മ സാറിന്റെ മോളെ കണ്ട് ഇഷ്ടമായി. സാറിന്റെ മകളാണെന്ന് ഇവൻ അറിയില്ലായിരുന്നു. അംബിക ചേച്ചി പറഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഋതിക വർമ്മ സാറിന്റെ മകളാണെന്ന്. വർമ്മ സാർ ഈ ബന്ധത്തിന് സമ്മതിക്കുമെന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. ജീവിക്കാനുള്ള ചുറ്റുപാടും അത്യാവശ്യ സാമ്പത്തികവും ഒക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. അല്ല, ഈ മന്ത്രിമാരൊക്കെ മറ്റു മന്ത്രിമാരുടെ മക്കളെ കൊണ്ടല്ലേ അവരുടെ മക്കളുടെ വിവാഹം നടത്തൂ? ഹേയ്, മന്ത്രിയാകുന്നതിന് മുമ്പ് ഞാൻ ഈ നാട്ടിലൊരു ബിസിനസ്സുകാരനും പൊതുപ്രവർത്തനം ഒക്കെ ആയിരുന്നു. നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പേരും പെരുമയുള്ള തറവാടല്ലേ മാളികപ്പറമ്പിൽ തറവാട്. പിന്നെ വിശ്വനെ ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? എന്റെ ദൈവമേ, സാറിന് എന്തൊരു ഓർമ്മയാ. ഞാൻ വിചാരിച്ചു സാർ ഇതൊക്കെ മറന്നു കാണുമെന്ന്. ദേ, ഇതിനെയാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഏയ്, വിശ്വൻ എന്നെ സാറേ എന്ന് വിളിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? നമുക്കിടയിൽ ഇങ്ങനെ ഫോർമാലിറ്റി ഒക്കെ വേണോ? അതുമാത്രം വർമ്മ സാർ എന്നോട് പറയരുത്. പ്രതാപവർമ്മ സാറിനെ വർമ്മ സാറെന്ന് അഭിസംബോധന ചെയ്ത ഞങ്ങൾ നാട്ടുകാർക്ക് ശീലം. ഈ കേരളക്കരയിലെ ജനങ്ങൾ മുഴുവൻ വർമ്മ സാർ എന്നാ വിളിക്കുന്നത്. അത് ഞങ്ങൾ നാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാ. രാജു, ഇതിന്റെ PA ഫോൺ നിന്റെ കയ്യിലിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട കോളാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ശരി സാർ. എന്നാ പിന്നെ സമയം കളയാതെ നമുക്ക് പെണ്ണിനെ വിളിക്കാം അല്ലേ? അതെ, വിളിക്കാം. യാമിനി, ഋതുമോളെ കൂട്ടിക്കൊണ്ടുവാ. ശരി ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.